നമ്മളൊരു നല്ല പാരന്റ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മളുടെ മക്കൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ നമ്മളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ നമ്മളിലേക്ക് വരികയാണോ എന്നൊന്ന് നോക്കിയാൽ മതി. മിക്കവാറും കുട്ടികൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ അവരറിയാണ്ടോ അറിഞ്ഞോ ചെയ്തൊരു തെറ്റായിക്കോട്ടെ, അവർക്കൊരു സൊല്യൂഷൻ കയ്യിലില്ലെങ്കിലും അവർ നമ്മളടുത്തേക്ക് വരില്ല. അവർ നമ്മളെ പേടിച്ചിട്ട് ഓടിപ്പോവും. ആസ് എ പാരൻ്റ്, ഒരു നല്ല പാരൻ്റായ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പവർഫുള്ളായി സ്ട്രോങ് ആയി വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തുണ്ടെങ്കിലും അവർക്ക് വന്ന് തുറന്നു പറയാനൊരു സ്പേസ് കൊടുക്കുക. അവരെ ലിസൺ ചെയ്യുക. അവർ ചെയ്തത് തെറ്റായിക്കോട്ടെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവിടെ അവർക്ക് എന്താവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്ക് ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും എനിക്ക് ഓടി വരാനൊരു സ്ഥലമുണ്ട്, പറയാനൊരു സ്ഥലമുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഫ്രീഡം, സമാധാനം വരും. നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ? സമാധാനമാണ്. ഇത് കുട്ടികൾക്കും വളരെയധികം വേണം. അല്ലെങ്കിൽ എപ്പോഴും പാനിക്കും ആങ്സൈറ്റിയും സ്ട്രെസ്ഡുമായിട്ടുള്ള മക്കളായിട്ടാവും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ പാരൻസ് അറിയാതെ നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എല്ലാ പാരൻസ് ചെയ്യണത് കമ്പാരിസൺ. നമ്മുടെ കുട്ടി നല്ലതല്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലതാവണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി ചെയ്യണത് കണ്ടില്ലേ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ കുട്ടി ചെയ്യണത് കണ്ടില്ലേ എന്ന് പറയും. പക്ഷെ ആ പറച്ചിൽ ഉണ്ടാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്നും ജീവിതത്തിൽ നമ്മളെ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെ വെച്ച് മാത്രമാണ്. പക്ഷെ ആ കുട്ടി ആ കുട്ടികൾക്ക് നോക്കണത് നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് നോക്കാൻ ശ്രമിക്കും. ആ കുട്ടിയുടെ സ്പെഷ്യൽ കഴിവ് എന്താണെന്ന് ആ കുട്ടി പോലും ഐഡൻറ്റിഫൈ ചെയ്യാതെ മറ്റുള്ളവരെക്കാൾ ബെറ്ററായി പെർഫോം ചെയ്യാനും, ഇനി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സങ്കടപ്പെടാനും തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവരെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാതെ, യു ആർ യുണീക്ക്, യു ആർ സ്പെഷ്യൽ ഇൻ സംതിങ്. ആ കുട്ടിയിൽ എന്താ ഉള്ളത് അത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആസ് എ പാരൻറ്റ് നമുക്ക് കൂടെ നിന്ന് സഹായിക്കാൻ പറ്റും. അവരുടെ കഴിവ് എന്താണ്, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താണ്, ഇതൊക്കെ വാച്ച് ചെയ്ത് അവർ അപ്രിഷ്യേറ്റ് ചെയ്ത് റോങ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി അതേ ഡയറക്ഷനിലേക്ക്, അതായത് സംതിങ് ബ്യൂട്ടിഫുൾ ഈസ് വിത്തിൻ യു എന്ന കുട്ടീനെ കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മെൻ്റലി സ്ട്രോങ് ആയ ഒരു വണ്ടർഫുൾ ചൈൽഡായി നമ്മുടെ കുട്ടിയെ വളർത്തിയെടുക്കാനും അതിൽ നിന്ന് അവരൊരു സ്ട്രോങ് അഡൽട്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും കൗൺസിലിംഗ് ഫീൽഡിൽ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണത് ഇതെല്ലാം ചൈൽഡ്ഹുഡ് ട്രോമ വരുന്നതാണ്. ആൻഡ് അവരുടെ പാരൻസിനോട് സംസാരിക്കുമ്പോഴോ അവർ ആ കുട്ടിക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടി മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ജസ്റ്റ് ലിസൺ. ഓരോ ആളുടെയും ഇൻഡിവിജ്വൽ നീഡ് എന്താണ്, ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ നീഡ് എന്താണെന്ന് വാച്ച് ചെയ്ത് ലിസൺ ചെയ്ത് അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് എ പവർഫുൾ സ്ട്രോങ് ഹ്യൂമൻ ബീങ്.